പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്നു. നിൻ്റെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം അപ്പാ. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ആത്മീയ ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ആസ്വാദ പ്രാർത്ഥനയുടെ പ്രത്യേക സാന്നിധ്യമുണ്ട്. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകമായി കർത്താവെ, വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കൾക്കും ഈ വീഡിയോ ഒരു അനുഗ്രഹമായി തീരണം സമർപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന കേട്ടിരിക്കൽ, വിടുവിച്ചിരിക്കൽ സ്തോത്രം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് അടൂർ ചാരുമൂടി നിന്ന് പ്രിയ മകള് ആശ അന്ന ബെന്നിയാണ്. സ്നേഹത്തോട് നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മോളെ. ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജോയിൻ ചെയ്യുന്നത് അല്ലയോ? അടൂരിനടുത്തായിട്ട് വരും. ഓക്കെ ഓക്കെ. അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടാൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? പേരൻസിനെ പറ്റിയൊക്കെ പറയാം. വീട്ടില് മമ്മി, പപ്പ, പിന്നെ എനിക്കൊരു മൂത്ത ജ്യേഷ്ഠനാണുള്ളത്. അദ്ദേഹം ബഹറിലായിരിക്കുന്നു, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പപ്പ കഴിഞ്ഞ വർഷം വരെ 2024 വരെ ഗൾഫിലായിരുന്നു. എന്നാൽ ഇപ്പം താൻ നാട്ടിലുണ്ട്. മമ്മി ഹൗസ് വൈഫാണ്. ഞാൻ വിവാഹിതയല്ല. കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ഫുൾ ടൈം വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ മോളെ. നമുക്ക് അക്സയാണ് മോടെ നമ്പർ തന്നത്. അക്സയെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. അടൂരല്ലേ? ചെറിയ പ്രായം മുതലേ ഒരു വിശ്വാസ ജീവിതമായിരുന്നോ? എങ്ങനെയായിരുന്നു പശ്ചാത്തലമൊക്കെ? അല്ലല്ല, ഒട്ടും വിശ്വാസത്തിലല്ലായിരുന്നു. ഓക്കെ ഓക്കെ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ കർത്താവ് എന്നാൽ ഒരു പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടിയൊക്കെ സമർപ്പിക്കുവാനുള്ളൊരു അവസരം തന്നല്ലയോ? അപ്പോൾ വലിയ ആത്മീക ചുവടുകളാണല്ലോ വെച്ചത്. നമുക്ക് അനുഭവങ്ങളൊക്കെ കേൾക്കണം. അവിടെ ചാരുമൂട് അടൂരിനും കായംകുളത്തിനും ഇടയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ? ചാരുമൂട് ചർച്ചിലൊക്കെ എവിടെയാ പോകുന്നത്? അവിടെ ഞങ്ങൾ ആക്ച്വലി ഷാജി പാസ്റ്ററിന്റെ ചർച്ചാണ്, പാസ്റ്റർ ഷാജി എം പോൾ. ഇപ്പൊ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കർത്താവ് കായംകുളം ദേശത്ത് ഷാരോൺ സഭയിൽ ഏകദേശം 1 വർഷമായിട്ട് ഞങ്ങൾ അവിടെ കൂടുന്നു. ശരി. ഷാജി എം പോൾ പാസ്റ്റർ ചർച്ച് വെണ്ണിക്കുളം അല്ലേ? വെണ്ണിക്കുളത്താണ്. ശരി ശരി. അപ്പം ദൈവം സഹായിക്കട്ടെ. അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കണം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു സമയം കർത്താവ് നമ്മളെ ഏവരെയും കൂട്ടിവരുത്തിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ ദേവദാസനെയും ദേവദാസയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ മീറ്റിങ്ങിലേക്ക് പരിചയപ്പെടുത്തിയത് സിസ്റ്റർ അക്സ പീറ്റർസൺ ആണ്. ചേച്ചിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിലുപരി ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ ഇവിടെ നിർത്തുവാൻ സർവശക്തനായ ദൈവം എന്നോട് കാണിച്ച വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ നിൽക്കാൻ ഇന്ന് കാരണം എൻ്റെ അമ്മയും അമ്മച്ചിയുമാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളോടുള്ള നീതിയാണ് ദൈവം ഇന്ന് നിന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലമാണ്. മർത്തോമയിലേക്കാണ് എൻ്റെ അമ്മച്ചി വിവാഹിതയായി കടന്നു വരുന്നത്. വളരെ ചെറുപ്പം നാൾ തൊട്ടേ ദൈവവുമായിട്ടും ദൈവവചനവുമായിട്ടും അമ്മച്ചിക്ക് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിലായിക്കോട്ടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലായിക്കോട്ടെ, കരുതുന്നതിലായിക്കോട്ടെ, എല്ലാത്തിനും വളരെ ഉത്സാഹമുള്ള ഒരു അമ്മച്ചിയായിരുന്നു. അതുപോലെ തന്നെ അത് കണ്ടാണ് എൻ്റെ അമ്മയും വളർന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നേ വരെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഒന്നും ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ നേടിയിട്ടില്ല. അവരെല്ലാം ആത്മീകമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ പ്രാപിച്ചുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും എൻ്റെ അമ്മ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, 1 തിമോത്തിയോസ് 1:5 നിന്ന്, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും വിശ്വാസം എന്ന് പറയുന്നത്
വ്യാജമല്ലാത്ത വിശ്വാസമാണ്. എന്തിനെങ്കിലും വേണ്ടിയിട്ട് കർത്താവിൻ്റെ പിൻപേ ഓടുന്നവരല്ലായിരുന്നു രണ്ടുപേരും. കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പം കർത്താവ് എന്നോട് അത് തന്നെയാണ് പറയുന്നത്. ആ ഒരു വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ കഴിഞ്ഞ 24 വർഷം നോക്കുവാണെങ്കിൽ എനിക്ക് എപ്പോഴും കാര്യസാധ്യത്തിനാണ് ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നുകൊണ്ടിരുന്നത്. ദൈവം എന്താണ് തരുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ എന്ത് പ്രാപിക്കാം, അങ്ങനെയുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ കൃപയാൽ അതെല്ലാം ദൈവം മാറ്റിയെടുത്തു. എൻ്റെ അമ്മച്ചി ഇന്ന് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് 1999 എൻ്റെ അമ്മച്ചി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അന്നേരം എൻ്റെ അമ്മയ്ക്ക് കർത്താവിനോട് വലിയൊരു ദേഷ്യമുളവായി. കാരണം എൻ്റെ അമ്മയുടെ സേഫ് സോൺ, കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയായിരുന്നു. ആ ഒരു ഭാഗം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മ ഭയങ്കര തകർച്ചയുടെ അവസ്ഥയിലേക്ക് എത്തി. അമ്മ ഇന്നും പറയും എൻ്റെ അമ്മച്ചി പോയത്, എൻ്റെ മമ്മി പോയത് 1 വർഷം തളർന്ന ഒരു ഫീലായിരുന്നെന്ന്. പിന്നീട് ഞങ്ങളെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തമ്മ. ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഒത്തിരി കേട്ട് ഞങ്ങളെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ ഒത്തിരിയും സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്ത് ടെൻഷനോ എന്ത് വിഷമങ്ങളോ വന്നു കഴിഞ്ഞാൽ അതെൻ്റെ പപ്പേനെ അറിയിക്കത്തില്ല, ഡാഡീനെ അറിയിക്കത്തില്ല, ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ അറിയിക്കത്തില്ല, അത് സഹോദരങ്ങളോട് പറയത്തില്ല, ആരോടും ഒന്നും പറയത്തില്ല. അമ്മ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ കരത്തിലേക്കാണ് അമ്മ എപ്പോഴും കൊടുക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും ഒരു പ്രത്യാശയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ദൈവം അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ പരീക്ഷയിൽ കൂടി ദൈവം കടത്തി വിടുമ്പോൾ ദൈവത്തിന് എന്തൊക്കെയോ പഠിപ്പിക്കാനുണ്ട്, പറഞ്ഞു തരാനുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചുവട് വെക്കാനുണ്ടെന്ന് ഒക്കെ എന്നും അമ്മ പറഞ്ഞു തരും. കുഞ്ഞുനാൾ തൊട്ടേ, ഞാൻ ആക്ച്വലി ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്. കുഞ്ഞുനാൾ തൊട്ടേ അമ്മ ഞങ്ങളെ വചനത്തിലും ദൈവത്തിൻ്റെ നല്ല നല്ല പാട്ടുകളും ഒക്കെ ഞങ്ങളെ കേൾപ്പിച്ച്, പള്ളിയിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുമ്പം എല്ലാം നല്ല അടുക്കും ചിട്ടയോടെയാണ് എല്ലാം പറഞ്ഞു തരുന്നത്. ചർച്ചിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരിക്കണം, ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമ്മൾ തിരിച്ചൊന്നും പറയാൻ പോകരുത്, നമ്മളായിട്ട് ഒരു മനുഷ്യർക്കൊരു വേദന കൊടുക്കരുത്, എപ്പോഴും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നതാ. ഇപ്പം ഉണ്ടല്ലോ എല്ലാവരും എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് തണുപ്പിക്കണം, എങ്ങനെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്നുള്ളതാണ് അമ്മ എപ്പോഴും നോക്കുന്നത്. ഞങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിശ്വാസത്തിൽ മുന്നോട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മക്കൾ 2 പേരും ഡാഡിയും വിശ്വാസത്തിൽ നല്ല ലോ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ ഓരോ നിമിഷവും വചനങ്ങൾ പറഞ്ഞ്, വചനങ്ങൾ പഠിപ്പിച്ച് ഞങ്ങളെ മുന്നോട്ട് എപ്പോഴും പ്രോത്സാഹിപ്പിച്ച് ഓരോ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുവരുന്ന നല്ലൊരു മാതാവായിരുന്നു. അതെനിക്ക് തോന്നുന്നു എൻ്റെ അമ്മച്ചിയുടെ ജീവിതം തന്നെ കണ്ടുപഠിച്ചതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മച്ചി എപ്പോഴും എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ കാര്യമാണ്, കർത്താവ് വരുന്നതിനെ പറ്റിയിട്ടാണ് എപ്പോഴും പറയുന്നത്. അപ്പം അമ്മ ഇപ്പോഴും പറയും, എന്തെങ്കിലും ഒച്ചയോ അനക്കോ ബഹളോ കേട്ട് കഴിഞ്ഞാൽ അയ്യോ കർത്താവ് വരാൻ സമയമായി, അല്ലെങ്കിൽ കർത്താവ് വന്നോ എന്നുള്ള ഒരു ചിന്തയാണ് അമ്മയ്ക്ക് എപ്പോഴും. ഇന്നും അത് തന്നെയാണ്. ഇന്നും അമ്മ പറയുന്നത്, ലോകത്തിലൊന്നും കിട്ടിയില്ലെങ്കിലും, ഒരു വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടണ്ട, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ കാണണം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകവേ പരിശുദ്ധാത്മാവുമായിട്ടൊരു എൻകൗണ്ടർ അമ്മയ്ക്ക് നടക്കുന്നത് 2020 കാലയളവിലാണ്. അന്ന് നമുക്കൊക്കെ അറിയാം കോവിഡ് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അന്ന് എൻ്റെ പിതാവ് 9 മാസത്തെ കോവിഡ് ആ ഒരു സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരു ടൈമായിരുന്നു. ആ ടൈമിൽ ഡാഡിക്ക് അവിടെ ചെന്ന് കോവിഡ് പിടിവിട്ടു. കോവിഡ് തന്നെയല്ല, ന്യൂമോണിയയും കൂടെ കൂടി ഒരു മരിക്കേണ്ട ഒരു ലെവലിലേക്ക് എത്തപ്പെട്ടു. എന്നാൽ കൃപയാൽ ഡാഡിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ശ്വാസം എടുക്കാൻ പറ്റാതെ റൂമിൽ 2 പേര് കോവിഡ് ഇൻഫെക്റ്റഡായി. അന്നേരം എൻ്റെ അമ്മയ്ക്ക് ആകെ നിരാശയായിപ്പോയി. എൻ്റെ അമ്മ നേരെ പ്രാർത്ഥനാ മുറിയിൽ ഓടിക്കേറി ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസ ജീവിതത്തിൽ നിന്നിട്ട് കർത്താവെ, മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെട്ട് പോകരുത് എന്നുള്ളൊരു ചിന്ത അമ്മയെ ഭരിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് നല്ലൊരു ടെൻഷനും ഭയവും എന്തൊക്കെയോ അമ്മയെ അലട്ടാൻ തുടങ്ങി. അന്ന് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങൾ 2 പേരും ഈ മുറിയിൽ ഇരിക്കുമ്പം അമ്മയുടെ വലിയ വായിലുള്ള കരച്ചിൽ മാത്രമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്നാൽ മരണത്തിൽ നിന്ന് വലിയൊരു നീക്കുപോക്ക്
കർത്താവ് ഡാഡിക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, അമ്മ ഈ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, പരിശുദ്ധ ആത്മാവ് ഒരാളത്വമായിട്ട്, ഡാഡി എവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഒരാളത്വമായിട്ട് അവിടെ ഇറങ്ങിയേ മതിയാകത്തുള്ളൂ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ ഒരു അവസരമില്ല. ആകെ ഡാഡിയുടെ വോയിസ് കോൾ മാത്രമാണ്. അതും ബ്രീത്തിങ് പ്രോപ്പറായിട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല എന്താ പറയുന്നതെന്നുള്ളത്. അങ്ങനെ കൃപയാൽ ഡാഡിക്ക് അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെയുള്ള ആർക്കും അറിയത്തില്ല. പക്ഷേ ഡോക്ടർ പ്രകാരം പറഞ്ഞു, ബെന്നി എബ്രഹാം എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ട്, പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ചിന്തിക്കുന്നു പരിശുദ്ധാത്മാവ് ആ ഡോക്ടറിൽ കൂടി ഇടപെട്ടത് തന്നെയാണ്. അങ്ങനെ ഒരു നേഴ്സിനെ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു നേഴ്സിനെ ഡാഡിക്ക് അവിടെ കിട്ടി. അങ്ങനെ ഭക്ഷണം എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങൾ പോയി. അന്ന് ഡാഡി ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു വ്യക്തി ഡാഡിയുടെ കവിളിൽ വന്ന് തൊട്ട് ആശ്വസിപ്പിക്കുന്നതായിട്ട് ഡാഡി ഇങ്ങനെ കാണുകയാണ് ആ ഉറക്കത്തിൽ. ഡാഡിക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടിയ ഒരു ഫീലായിരുന്നു. ഒരു നേരം കഴിച്ചോണ്ട് 3 months അമ്മ ഫാസ്റ്റിംഗ് ചെയ്തു, ഒരു നേരം മാത്രം കഴിച്ചോണ്ട്. അന്നേരം അമ്മ പറഞ്ഞു, ഇനിയും എന്ന് ഡാഡി എന്നെ വിളിക്കുന്നോ, പപ്പ എന്നെ എന്ന് വിളിക്കുന്നോ, കർത്താവെ അന്ന് ഞാൻ പഴയതുപോലെ കഴിച്ചു തുടങ്ങത്തേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡിക്ക് ഓക്കെ ആയി. അന്ന് എൻ്റെ ഫീസൊക്കെ അടയ്ക്കുന്നതിൽ ടെൻഷൻ അടിച്ചെങ്കിലും അതെല്ലാം കർത്താവ് തക്ക സമയത്ത്, ജോലിക്ക് പോകാൻ ഡാഡിക്ക് പറ്റില്ലെങ്കിൽ പോലും എല്ലാം കറക്റ്റ് സമയത്ത് അക്കൗണ്ടിൽ കർത്താവ് ദൂതനെ അയച്ച് നൽകി തന്നതുപോലെ ഒരു ഫീലായിരുന്നു. ഞങ്ങൾക്കെല്ലാം ദൈവം ഒരുക്കി തന്നു. അന്ന് എൻ്റെ ബ്രദറിന് ജോലിയില്ല, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മമ്മി ഹൗസ് വൈഫാണ്. ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ഒരു സഹായമാകട്ടെ, ഒരു ഹെൽപ്പാകട്ടെ, ഞങ്ങളൊന്നും ചോദിക്കത്തില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരും, കർത്താവിനോട് ആവശ്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. അത് ദൈവഹിതമെങ്കിൽ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഓരോ നിമിഷവും ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചത്. അങ്ങനെ കൃപയാൽ ഡാഡിക്കും മനസ്സിലായി, കർത്താവിനെ ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റി, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റി. പിന്നെ ലീവിന് വന്നപ്പം, നാട്ടിലായിരുന്നപ്പോൾ ഡാഡി പറഞ്ഞ ഒരു കാര്യമുണ്ട്, കൂടെ ഇരുന്ന ഒരാൾ മരിച്ചുപോയി. പക്ഷേ ഡാഡിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും ദൈവസ്നേഹം എന്താണെന്നുള്ളത് ഡാഡി അറിഞ്ഞു. ഇന്നും കൃപയാൽ പ്രിയ ദേവദാസനെ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ഡാഡിയുടെ ലൈഫിലില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. അതെല്ലാം പൂർണ്ണമായിട്ട് തന്നെ ദൈവം മാറ്റിക്കൊടുത്തു. അങ്ങനെ ഡാഡിക്കും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് രുചിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ പോകെ എൻ്റെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു. ഡിഗ്രി പഠനം കഴിഞ്ഞ് പിന്നെ PGയിലേക്ക് കാൽച്ചുവടെടുത്ത് വെക്കുകയാണ്. അഡ്മിഷൻ്റെ കാര്യത്തിൽ ഒരുപാട് ഭാരപ്പെട്ടെങ്കിലും ഞാൻ BSc മൈക്രോബയോളജി ആയിരുന്നു. MSc SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ ബയോടെക്നോളജി പഠിക്കാനുള്ള ഭാഗ്യം കർത്താവ് നൽകി തന്നു. അന്ന് വരെ ഞാൻ അമ്മയുടെ കൂടെ ചർച്ചിലൊക്കെ പോകുന്നെങ്കിലും എൻ്റെ മനസ്സ് ഫുള്ള് മർത്തോമയിൽ തന്നെയാണ്. എനിക്കൊരു മർത്തോമയുടെ ഒരു സ്പിരിറ്റ് എന്നിലുണ്ടായിരുന്നു. എനിക്ക് മർത്തോമ മതി, പള്ളി മതി, ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ മർത്തോമയിലെ കല്യാണം കഴിക്കത്തുള്ളൂ, നിങ്ങൾ ആരും എന്നെ പെന്തക്കോസിലോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കേ വേണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ വരും, പ്രാർത്ഥിക്കും, പക്ഷേ എനിക്ക് മർത്തോമ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ എപ്പോഴും കാര്യം കാണാൻ തന്നെയാണ് ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. അങ്ങനെ എന്നിൽ മാറാൻ ഒരുപാട് സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പം സിനിമ കാണുന്ന സ്വഭാവങ്ങളുണ്ടായിരുന്നു, സിനിമ പാട്ടുകൾ കേൾക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിനിമാറ്റിക് ഡാൻസ്, അങ്ങനത്തെ ഒരുപാട് സ്വഭാവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. കോവിഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കറിയാമായിരിക്കും, പ്രൊഫസർ MY യോഹന്നാൻ സാർ ഇന്നില്ല, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ വിശുദ്ധ ജീവിതത്തെ പറ്റിയിട്ടായിരുന്നു. ആ മെസ്സേജുകളൊക്കെ കേട്ടത് എൻ്റെ ലൈഫിൽ നിന്ന് ഓരോ കല്ലും മണ്ണും മാറ്റിക്കളയാൻ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തു. അതായത് സിനിമ കാണുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേട്ട് ഞാനത് നിർത്തുവാനിടയായി, സിനിമ പാട്ടുകൾ കേൾക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റുവാനിടയായി. നഖം നീട്ടി വളർത്തുന്ന സ്വഭാവം എനിക്കുണ്ടായി, നഖം നീട്ടി വളർത്തി ക്യൂടെക്സ് അടിക്കുന്ന പല ഷെയ്ഡിലുള്ള ആ സ്വഭാവങ്ങളെല്ലാം മാറ്റി. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ്, ഓരോന്ന് ഞാൻ എടുത്തു പറയുന്നത് കർത്താവ് അതൊക്കെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ നിലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച ആളെയല്ല. അങ്ങനെ ഈ സെക്കൻഡ് സ്റ്റഡ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് PG പഠനവുമായിട്ട് ദൈവസന്നിധിയിൽ, കർത്താവെ എനിക്ക് അഡ്മിഷൻ നല്ലൊരു കോളേജിൽ തരണം, എനിക്ക് SB കോളേജിൽ തന്നെ പഠിക്കണം, അതെൻ്റെ ആഗ്രഹമാണ്.
പക്ഷെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മൈക്രോബയോളജിക്ക് തന്നെ പോകണമെന്നായിരുന്നു. പക്ഷേ മൈക്രോബയോളജിക്ക് സീറ്റ് എല്ലാം ഫില്ലായി. ആവറേജ് മാർക്കേ ഉള്ളായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 78% ഉള്ളായിരുന്നു എനിക്ക്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോബയോളജി എടുത്ത് പഠിക്കണം, MSc കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള നിലയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഈ കോവിഡ് ടൈമിൽ നമുക്ക് ചർച്ചിലൊന്നും പോകാൻ പറ്റാത്തത് കാരണം വീട്ടിലെ സഭായോഗം പൗർഷ്യനിൽ ഞങ്ങൾ കൂടുമായിരുന്നു, വീട്ടിൽ തന്നെ. അങ്ങനെ പക്ഷെ ഷാജിയമ്പോളിൻ്റെ ഓരോ ദിവസത്തെ മെസ്സേജ് അമ്മയുടെ ലൈഫിൽ അനുഗ്രഹമായി മാറി. അത് അമ്മയോട് തന്നെ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നത് പോലെ അമ്മയ്ക്ക് ഓരോ ദിവസവും രുചിച്ചറിയുവാൻ സാധിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞു, നമുക്കെന്നാ 3 പേർക്കും കൂടെ ദൈവദാസനെ പോയി കാണണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഈ വിഷയം നമ്മൾക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അച്ചാച്ചനും ജോലിയിലേക്ക് പഠനം പൂർത്തീകരിച്ച് ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ പോയി. അന്ന് 21 days ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. അന്ന് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദൈവദാസനെ കാണാൻ പറ്റിയില്ല. പിന്നീട് ഒരു ഞായറാഴ്ച ഞങ്ങൾ ചർച്ചിലേക്ക് ചെല്ലുന്നു, പാസ്റ്ററിനെ കാണുന്നു. നടുക്ക് എൻ്റെ അമ്മയെ നിർത്തിയിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ 2 പേരെ അപ്പുറവും ഇപ്പുറവും നിർത്തി ദൈവദാസൻ ഞങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. സഹോദരനോട് ദൈവദാസൻ ആലോചന പറഞ്ഞു, അധികം താമസിയാതെ തന്നെ മോനെ ദൈവം ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. എന്നോട് ദൂത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, നിന്റെ ഇഷ്ടത്തിന് നീ ഒരിക്കലും നടക്കരുത്, നീ ദൈവ ഇഷ്ടത്തിന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തി കൊടുക്കാൻ പറഞ്ഞു. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വചനവുമായിട്ടും ബന്ധമില്ല, എന്തോ ഈ പാസ്റ്റർ പറയുന്നതെന്നുള്ള ഒരു ചിന്തയിലായി. അത് കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ബയോടെക്നോളജിയിൽ ഒരു സീറ്റുണ്ട്, നീ ആരെങ്കിലും നിനക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ആ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, ഒരു മനുഷ്യർ പോലും ഇല്ല. അങ്ങനെ എന്നെ അമ്മ ഈ വീട്ടിൽ നിന്ന് വളരെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോവുക. അമ്മ പറഞ്ഞു, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങും, നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ എൻ്റെ ബാഗിൽ നിർബന്ധിച്ച് എൻ്റെ സഹോദരൻ ഫയലും കാര്യങ്ങളും എല്ലാം എടുത്ത് നിർബന്ധിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ വരത്തില്ല, എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല, റാങ്ക് ലിസ്റ്റിൽ എൻ്റെ നെയിം ഒത്തിരി താഴെയാണ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ SB കോളേജിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലാസ് തുടങ്ങിയിട്ട് 2 weeks കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു സീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു, ഏതായാലും ഒന്ന് ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ചോദിച്ച് നോക്ക, കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ ദേവദാസനെ ഞങ്ങൾ കടന്നു ചെന്നു ഞങ്ങളുടെ HOD കണ്ടു. HOD ശോഭി സാറായിരുന്നു. സാറിനെ കണ്ടു. സാർ പറഞ്ഞു, ഒരു 5 minute ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ടെ. സാർ എന്നിട്ട് പോയിട്ട് വന്നു. ഒരു 10 minutes കഴിഞ്ഞിട്ട് സാർ വന്നിട്ട് പറഞ്ഞു, ഒറ്റ ഒരു സീറ്റുണ്ട്, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ക്രമീകരിക്കാം എന്ന് പറഞ്ഞു. ഞാനങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ കൃപയാൽ ദൈവത്തിൻ്റെ ഹിതം ഞാൻ ബയോടെക്നോളജി എടുത്ത് പഠിക്കണം എന്നുള്ളതായിരുന്നു. കൃപയാൽ സാറ് പറഞ്ഞു, ഇന്ന് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാം, ഇന്ന് പൈസ ഒന്നും അടയ്ക്കേണ്ട. ഞങ്ങൾ പൈസ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, ATM കാർഡ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു, ഇന്ന് പൈസ ഒന്നും അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, അടുത്ത തിങ്കളാഴ്ചത്തേക്ക് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞു. എൻ്റെ ആഗ്രഹം, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചു. ബിക്കോസ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു SB കോളേജിൽ പഠിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം കർത്താവ് നിറവേറ്റി തന്നു. അങ്ങനെ വലിയ ആഗ്രഹങ്ങളുമായിട്ട് കോളേജിലേക്ക് കടന്നു ചെല്ലുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് സെമ്മൊക്കെ ദൈവം പറയുന്നത് പോലെ, ദൈവഹിതം പോലെ അനുസരിച്ച് നടന്നു. പിന്നീട് ഒരുപാട് നല്ല സുഹൃത്തുക്കളായി, നല്ല കോളേജ്, നല്ല ക്യാമ്പസ് എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കിട്ടിയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് അഹങ്കാരം കൂടിപ്പോയെന്ന് വേണം പറയാൻ. അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവിൽ നിന്ന് കുറച്ചായിട്ട് ഞാൻ അകലാൻ തുടങ്ങിയതായിട്ട് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അവിടുത്തെ പ്രോഗ്രാംസിനെല്ലാം ഞാൻ ഫ്രണ്ടിൽ തന്നെ കാണും. അത് ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും മുൻനിരയിൽ തന്നെ കാണും ഞാൻ. അത് എൻ്റെ കൂടെ നിൽക്കാൻ കുറച്ച് ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ലൈഫ് ഒന്നും കൂടെ കളർഫുൾ ആയെന്ന് പറഞ്ഞതുപോലെ നല്ല അടിച്ചു പൊളിച്ചൊരു ലൈഫായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കോളേജിൽ പാർട്ടിയുടെ ഇത് വന്നു, SFIയും KSUവിൻ്റെയും മത്സരം വന്നു.
അന്നേരം എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ പറഞ്ഞു SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആശ നിൽക്കണമെന്ന് പറഞ്ഞു, ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിട്ട്. അന്നേരം ഞാൻ പറഞ്ഞു വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. SFIയും ഇല്ല, KSUവും ഇല്ല, ഒരു പാർട്ടിയില്ല. അന്നേരം ജൂനിയേഴ്സൊക്കെ പറഞ്ഞു ചേച്ചി നിൽക്ക്, ചേച്ചിയാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ചേച്ചി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പാനലിൽ SFI ജയിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി ആവേശം കയറ്റി. അപ്പോൾ ഈ പിള്ളേരൊക്കെ ആവേശം കയറ്റി കഴിഞ്ഞപ്പം ഞാനും അങ്ങ് അതിനോടൊപ്പം നിന്നു. എൻ്റെ അമ്മേനോട് പോലും പറയാതെ ഞാൻ അതിന് ചുവട് വെച്ചു. അങ്ങനെ പോകെ പോകെ എന്താ പറയുക, ക്ലാസ്സിൽ നിന്ന് ആ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു വോട്ടിന് ഞാൻ തോറ്റുപോയി. അന്നേരം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അമ്മയോട് ഈ സത്യം തുറന്നു പറഞ്ഞു. കാരണം വീട്ടിൽ വരുമ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുക. കാരണം ഇന്ന വ്യക്തികളൊക്കെ വിളിച്ചിട്ട് പറയും ചേച്ചി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ അമ്മേനോട് ചോദിച്ചു എന്താ ഈ തുടരെ കോള് വന്നുകൊണ്ടിരിക്കുന്നത്, ആർക്ക് വോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമോ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ ആദ്യം കുറേ ഹൈഡ് ചെയ്തെങ്കിലും പിന്നെ ഞാൻ അമ്മയോട് സത്യം പറഞ്ഞു. അമ്മ അന്നേരം എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അന്നേരം അമ്മയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ അവള് തോറ്റു പോകണം, അതിൽ ആ പാനലിൽ അവള് ജയിക്കരുതെന്ന് പറഞ്ഞ് അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ നാണം കെടരുത്, എനിക്ക് ജയിക്കണം എന്നുള്ളത്. പക്ഷേ ഒരു വോട്ടിന് ഞാൻ തോറ്റുപോയി. അങ്ങനെ ഒരുപാട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരുപാട് സ്വഭാവങ്ങൾ എന്നിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പം അമ്മയ്ക്ക് അത് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും, ഇന്ന ഒരു കുറവ് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ, അതങ്ങ് മാറ്റിയേക്കണം എന്നുള്ളത് പറയും. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്യാങ്ങിൽ വരുവാണെങ്കിലും പറയും, നീ ഇന്ന ആൾക്കാരെ ഒത്തിരി ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവസാനം നിനക്ക് തന്നെ വേദനയായിട്ട് മാറും എന്നൊക്കെ എന്നോട് പറയും. അന്നേരം ഞാൻ അമ്മേനോട് പറയും, അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, അവരൊന്നും അങ്ങനെയുള്ളവരല്ല, അവരൊന്നും നമ്മളെ കാര്യം കാണാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരല്ല, അവരൊക്കെ നല്ല വ്യക്തികളാന്ന് പറയും. അന്നേരം അമ്മ പറയും, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാനത് നിന്നോട് കൈമാറി, ഇനി നിനക്ക് നിന്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ ഗുണദോഷിക്കുന്ന ഒരമ്മയാണ്. വചനം വായിച്ചോ, പ്രാർത്ഥിച്ചോ. ചില സമയങ്ങളിലൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ നല്ല ഇറിറ്റേഷൻ വരാറുണ്ട്. കാരണം രാവിലെ വൈകിട്ട് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നത് തന്നെ വചനം വായിച്ചോ, വചനം ധ്യാനിച്ചോ, പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വിളിക്കുന്നത് തന്നെ. അങ്ങനെ എനിക്ക് കർത്താവിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. എൻ്റെ എക്സാംസിലൊക്കെ ആണെങ്കിലും തോൽവികൾ എനിക്ക് വന്നു ഭവിച്ചു. അന്നേരം എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് കുറച്ചകന്നാലും ഞാൻ വാഗ്ദത്തമുള്ള വ്യക്തിയല്ലേ, കർത്താവ് എന്നെ കൈവിടത്തില്ലെന്നുള്ള ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ എക്സാംസിലൊക്കെ ഞാൻ തോറ്റു പോകാൻ ഇടയായി. പിന്നെ കൃപയാൽ പ്രാർത്ഥിച്ചു, കർത്താവ് അതിൽ നിന്നെല്ലാം എനിക്ക് വിടുതൽ തന്നു. അങ്ങനെ പിന്നീട് ഞാൻ മുന്നോട്ട് വരുമ്പം കർത്താവ് എന്നെ ദൈവസന്നിധിയിൽ ഇരുത്തിയ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2024 ജൂലൈ 7-നാണ്. അന്ന് ഞാൻ എൻ്റെ PG കോഴ്സൊക്കെ കഴിഞ്ഞ് റിസർച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയം, റിസൾട്ടൊക്കെ 4th സെമ്മിൻ്റെ അറിഞ്ഞു, പാസ്സായി ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയൊരു അസമാധാനം, ഒരു നിരാശ എന്നിലേക്ക് കടന്നു കയറി. ഞാൻ എൻ്റെ പ്രെയർ റൂമിൽ, എൻ്റെ റൂമിൽ ഒരൊറ്റപ്പെട്ട ഒരവസ്ഥയായി. ഞാനിവിടെ അമ്മേനോട് മിണ്ടാറില്ല, ഡാഡിനോട് മിണ്ടാറില്ല, ഒന്നിനോട് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി വന്നു നിന്നു. അതെനിക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കഴിഞ്ഞ് ഫ്രണ്ട്സ് മാറി, കോളേജ് മാറി, ഹോസ്റ്റൽ മാറി, ക്യാമ്പസ് മാറി, എല്ലാം ഒരൊറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പോയാലും ഒരു 10 പേരെൻ്റെ കൂടെ കാണണം. അതിപ്പം ഹോസ്റ്റലിലാണെങ്കിലും കോളേജിലാണെങ്കിലും ക്യാമ്പസിലാണെങ്കിലും പുറത്തോട്ട് പോവുകയാണെങ്കിലും കൂടെ എപ്പോഴും ആൾക്കാർ വേണം. അവരുടെ കൂടെ സന്തോഷിക്കാനും ഉല്ലസിക്കാനും പുറത്തു പോകാനും ഭക്ഷണം കഴിക്കാനും ഇതിലൊക്കെയാണ് ഞാൻ സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ മുറിയിൽ ഒറ്റയ്ക്ക് ദൈവം പണിയാൻ തുടങ്ങി. ഞാൻ അന്നേരം ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പാസ്പോർട്ടൊക്കെ എടുത്ത് റെഡിയാക്കി പുറത്തു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ CV റെഡിയാക്കി. CV റെഡിയാക്കിയപ്പോൾ തൊട്ട് മനസ്സിൽ ഞാനൊരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് എൻ്റെ കൈ നിൻ്റെ മേലിരിക്കുകയാണ്, എത്ര നീ മുന്നോട്ട് നോക്കിയാലും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നല്ല മനോഹരമായിട്ട് CV ഒക്കെ ചെയ്തെടുത്തു. ഒരു ദിവസം മൊത്തം ഇരുന്ന് CV നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തു.
എന്നിട്ട് ഞാൻ ഓരോ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കിപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാം, ലാബിൽ നിൽക്കാം, ഫുഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കാം, അങ്ങനെ പല മേഖലകളിൽ നിൽക്കാം. അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് എൻ്റെ CV കണ്ടിട്ട് അതിൻ്റെ ഫയലെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. മെയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പം എനിക്ക് പറ്റുന്നില്ല. ഞാൻ മടുത്തു പോകുന്നത് പോലെ, ഇത് കിട്ടില്ല എന്നുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനത് അവിടെ അവസാനിപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹം, വീട്ടിലെ ഒരു വരുമാനത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഒരു 3 days ഫാസ്റ്റിംഗ് എടുക്കാം, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, എന്താ ദൈവത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാമെന്ന് പ്രതീക്ഷയോടെ വന്നിരുന്നപ്പം ആദ്യത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധി കടന്നു വന്നപ്പോൾ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്തു പോയ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ ഓരോന്നും നീ എൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ പറഞ്ഞു. ഞാൻ വന്നിരുന്നത് ജോലിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ദൈവശബ്ദം കേൾക്കുന്നത് പാപങ്ങളെയൊക്കെ ഏറ്റുപറയാനാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഓരോ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റുപറഞ്ഞു. കർത്താവിൻ്റെ അടുത്ത് വന്നു. ഞാൻ സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ 2024 മാർച്ച് 29, അന്നൊരു ഗുഡ് ഫ്രൈഡേയുടെ ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് 2023 നവംബറിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരികയാണ്, ദൈവദാസനോട് പറയണം, ഷാജി പാസ്റ്ററിനോട് പറയണം, സ്നാനപ്പെടണം. അങ്ങനെ ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു. പാസ്റ്ററോ ഞാനോ എടുത്ത ഡേറ്റ് അല്ല, ദൈവം തന്നെ നൽകി തന്ന ഒരു ഡേറ്റിൽ എൻ്റെ സ്നാനം നടന്നു. ആ സ്നാനത്തിൻ്റെ ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും പെന്തക്കോസ്റ്റിൽ പോവുമെങ്കിലും എൻ്റെ മനസ്സ് മൊത്തം മർത്തോമയിലായിരുന്നു. അന്ന് ഞാൻ അമ്മ വീട്ടിലായിരിക്കുന്ന സമയമാണ്, മാന്നാറിലായിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ 3 days ഫാസ്റ്റിംഗ് പ്രെയർ നടന്നപ്പോൾ ഞാൻ മർത്തോമ പള്ളിയിൽ ഗുഡ് ഫ്രൈഡേക്ക് പോയി കഞ്ഞി കുടിക്കാനും അങ്ങനെ ചർച്ചിലെ ആ ഒരു പള്ളിയിലെ ആ ഒരു കൂട്ടായ്മ കൂടാൻ വേണ്ടി ഞാൻ ചെന്നു. അപ്പം എൻ്റെ സഹോദരന് കള്ളം പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ പാസ്റ്ററങ്കിളിനോട് പറഞ്ഞു അവള് മർത്തോമ പള്ളിയിൽ പോയത്. അത് ഏറ്റവും വലിയൊരു പ്രശ്നമായി തീർന്നു. പാസ്റ്ററിന് പിന്നെ അത് അംഗീകരിക്കാൻ പറ്റാത്ത നിലയിലായി. പാസ്റ്റർ എൻ്റെ അടുത്ത് എനിക്കത് തിരുത്തി തന്നു. പക്ഷെ എനിക്കത് തിരുത്തി തന്നപ്പോൾ എനിക്കതിന് വലിയ ദേഷ്യം ആയി പാസ്റ്ററിൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയും കടന്നു വരത്തില്ല, ഞാനിനി പെന്തക്കോസ്റ്റിലേക്ക് വരത്തില്ല, ഞാൻ എൻ്റെ പള്ളിയിൽ തന്നെ പോകും, നിങ്ങൾക്കിനി നിങ്ങളുടെ ഇഷ്ടം തീരുമാനിക്കാമെന്ന് ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരനോടും പറഞ്ഞു. അങ്ങനെ ഞാൻ മർത്തോമ ചർച്ചിൽ കൂടി. ഞാൻ ഭയങ്കര അനുഗ്രഹമായിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസിലും അവിടുത്തെ പ്രോഗ്രാംസിലും എല്ലാം അങ്ങനെ ഞാൻ ഇൻവോൾവായി, ഞാൻ മുന്നോട്ട് പോയി. അപ്പം ഈ തീയതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് ഞാൻ തിരിച്ചു പോയോ ആ ദിവസം തന്നെ, ആ ഡേ തന്നെ കർത്താവ് എനിക്ക് സെലക്ട് ചെയ്ത് എൻ്റെ സ്നാനം ദൈവദാസൻ്റെ കൈക്കീഴിൽ തന്നെ എനിക്ക് സ്നാനപ്പെടാൻ പറ്റി. കാരണം അത്രയും നല്ല ഒരു ദൈവദാസനാണ്, താഴ്മയും വിനയമുള്ള ഒരു ദൈവദാസനാണ് പാസ്റ്റർ ഷാജിയം പോൾ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൈക്കീഴിൽ തന്നെ എനിക്ക് സ്നാനപ്പെടാൻ ദൈവം വലിയൊരു അവസരം നൽകി. എൻ്റെ പപ്പായും മമ്മിയും ഒക്കെ സ്നാനപ്പെട്ടിട്ട് നീണ്ട 15 വർഷമായി. എന്നാൽ ഞാൻ മാത്രം ദൈവസന്നിധിയിൽ ഇങ്ങനെ മറുതലിച്ച് നിൽക്കുമായിരുന്നു. ആൾക്കാരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ന് പറയും, ഉടനെ ഞാൻ സ്നാനപ്പെടുന്നതായിരിക്കും. പക്ഷെ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല, ദൈവം അങ്ങനെ ഒരു ചിന്തയും തന്നിട്ടില്ല. ഈ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക, മോളെന്നാ സ്നാനപ്പെടുന്നു. അങ്ങനെ ഇവരുടെ ചോദ്യം ഒന്ന് നിൽക്കണമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാ കൂട്ടായ്മയിലും ഞാൻ എഴുന്നേറ്റ് എന്ന് പറയും, ഞാൻ ഉടനെ സ്നാനപ്പെടും എന്നുള്ളത് ഞാൻ അറിയിക്കും. അപ്പോൾ ആൾക്കാരുടെ ചോദിക്കുന്നതും നിൽക്കും. അങ്ങനെ പോകെ ഇങ്ങനെ വന്ന് കർത്താവ് ഒറ്റയ്ക്കിരുത്തിയപ്പം ഒരുപാട് ലൈഫിൽ കർത്താവ് ചേഞ്ചസ് വരുത്തി. ഞാൻ ആഭരണം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആഭരണം മാറ്റുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ദൈവം ഈ പാപങ്ങളൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ഓർണമെന്റ്സ് റിമൂവ് ചെയ്തേക്കാൻ പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ദൈവം തന്നു. അങ്ങനെ ഏതിനാ ദൈവമേ എന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ആ ദൈവ ശബ്ദത്തിന് ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഞാൻ അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെറിയൊരു നൂല് പോലത്തെ ഒരു മാല, ഒരു കമ്മൽ, ഒരു മോതിരമായിരുന്നു, ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് ഞാൻ റൂമിൻ്റെ വെളിയിലിറങ്ങിയപ്പോഴത്തേക്ക് അമ്മ എന്നോട് ചോദിച്ചു, എന്നിട്ട് അമ്മ ആഭരണം മാറിയിട്ടില്ല. അമ്മ എന്നോട് ചോദിച്ചു, നീ സ്വർണം ഉപേക്ഷിച്ചോന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് ഇടപെട്ടു, എനിക്കിനി ഇത് വേണ്ട. ഞാൻ അമ്മയുടെ കൊടുത്തു, എനിക്കിനി ഇത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അത്ഭുതം, നീ തന്നെയാണോ ഇത് പറയുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് എൻ്റെ അടുത്ത് ഇടപെട്ടു, ഇത് മാറ്റാൻ പറഞ്ഞു അമ്മേ. സോ ഞാനിത് മാറ്റുന്നു. എൻ്റെ അടുത്ത് കൂടുതലൊന്നും അമ്മ ചോദിക്കരുത്, എനിക്ക് അതിന് തക്ക ഉത്തരം തരാൻ എനിക്കറിയില്ല. ഞാനിത് മാറ്റുന്നു, എനിക്കിത് വേണ്ട. എന്നിരുന്നാൽ പോലും ഞാനിങ്ങനെ കണ്ണാടി നോക്കത്തില്ല, അഭംഗിയുണ്ടോ അല്ലെങ്കിൽ ഞാനിത് മാറ്റിയതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ള ചിന്ത എന്നെ ഭാരപ്പെടുത്തിയതേ ഇല്ല. അങ്ങനെ പോകെ പോകെ അമേരിക്കയിലുള്ള ഒരു ദൈവദാസൻ വളരെ അപ്രതീക്ഷമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. ആ ഭാഷനെ എനിക്ക് അറിയത്തോലും ഇല്ല. അപ്പം ഈ 3 days മോള് ഫൈനൽ ഡേ ആകുമ്പോൾ എന്നെ വിളിക്ക്, ഞാൻ ഫോണിൽ കൂടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു. ഞാൻ അന്നേരം ചോദിച്ചു, പാസ്റ്ററെ, ജോലിയുടെ വല്ല സാധ്യതയുണ്ടോ? എനിക്കൊരു ജോലിക്ക് എത്രയും പെട്ടെന്ന് കയറണം. അപ്പം എന്നോട് പറഞ്ഞു, മോളെ, ജോലിയുടെ സാധ്യത കാണുന്നില്ല, പക്ഷെ ദൈവാത്മാവ് എന്നെ ഒരു കാര്യം കാണിക്കുന്നു, ഒരു വയൽ, ആ വയൽ നീ സ്വന്തമാക്കാൻ പോവുകയാണ്, സുവിശേഷത്തിൻ്റെ ഒരു വയലാന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം ഇതൊന്നും മനസ്സിലാകത്തില്ല, എന്താ ഈ പറയുന്നത്, സുവിശേഷത്തിൻ്റെ വയൽ, ഇതെങ്ങനെ ഞാൻ സ്വന്തമാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വളരെ ചിന്തകൾ എന്നെ അലട്ടി. അന്നേരം ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, സുവിശേഷത്തിൻ്റെ ഒരു വയൽ സ്വന്തമാക്കുന്നെന്ന് പറയുന്നത് എന്താ അങ്ങ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ദൈവാത്മാവ് ഒരു വചനം അന്ന് ആദ്യമായിട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ശക്തമായിട്ട് ഇടപെട്ടത് ഇപ്രകാരമായിരുന്നു: കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, വേലക്കാരെങ്ങനെയാണ് ദൈവം ചുരുക്കമാവുന്നത്? വേലക്കാരിഷ്ടം പോലില്ലേ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ? ഇനി ഞാനൊരു കൊച്ചു പെൺകുട്ടി, ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇറങ്ങിയിട്ട് വേണോ കർത്താവേ എന്ന് ഞാൻ ചോദിച്ചപ്പം ദൈവം എന്നോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: വിശ്വസ്തയോടെ നിൽക്കുന്നവർ കുറവാണ്. ഹല്ലേലൂയ. ആകയാൽ നീ വിശ്വസ്തയോടെ നിന്നാൽ തക്ക സമയത്ത് നിന്റെ പണി പൂർത്തീകരിച്ച് നിന്നെ ഞാൻ പുറത്തിറക്കുമെന്ന് പറഞ്ഞു. പലപ്പോഴും പല മീറ്റിങ്ങിലും മെസ്സേജ് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം പറയുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത ഒരു കത്തലാണ് എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. കർത്താവ് പറഞ്ഞത് വിശ്വസ്തയോടെ നിൽക്കാനാണ്. അന്ന് ഞാൻ ആ വാക്തത്വം, ആ വാക്ക് മുറുകെ പിടിച്ചു. പിന്നെ ഞാനും ദൈവവുമായി കണക്ഷൻ, കോണ്ടാക്റ്റുകൾ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നെ ഓരോ ചുവടും കരം പിടിച്ച് പിച്ച വെച്ച് നടത്താൻ തുടങ്ങി. കാരണം ആത്മീകം എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, എങ്ങനെ ആകും, എന്ത് ചെയ്യും എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ ആ സഭയിൽ നിന്ന് കർത്താവ് കായംകുളം ദേശത്തിലേക്ക് നട്ടു. അന്നേരം എൻ്റെ അമ്മയുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: മാറാത്ത ഒരു പാസ്റ്റർ തന്നെ വേണം, ഷാജി പാസ്റ്ററിൻ്റെ കൂട്ട്, മാറി മാറി വരുന്ന പാസ്റ്റർ വേണ്ട, എന്നും ഒരു പാസ്റ്റർ തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കായംകുളത്തുള്ള പാസ്റ്റർ ഷിബു കെവിയുമായിട്ട് കർത്താവ് തന്നെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് തന്നു. ഷാരോൺ ചർച്ചിലാണ്, പക്ഷെ ആ ദൈവദാസൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ച്, അവർ മാറത്തില്ല, പാസ്റ്റർ തന്നെയാണ്. അങ്ങനെ ആ ദൈവദാസനുമായി കണക്ട് ചെയ്തു. ഇവിടെ ഈ ഒരു വർഷം ഈ ചർച്ചിൽ വന്നതുകൊണ്ട് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. എൻ്റെ ആത്മീയതയിൽ വിവേചനവരം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്തിലേക്കാണ് നീ ചുവട് വെക്കേണ്ടത്, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ, ആരോടൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ദൈവം ഓരോന്ന് സ്റ്റെപ്പായിട്ട് എന്നെ പഠിപ്പിച്ചു തരാൻ തുടങ്ങി. എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഒരു മനുഷ്യൻ കൂടിയിരുന്ന് പറഞ്ഞു തന്നാൽ ഇത്ര ഒക്കത്തില്ല. പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തരാൻ തുടങ്ങി. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പരിശുദ്ധാത്മാവ് എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ കരത്തിലും പിടിക്കണം. പരിശുദ്ധാത്മാവ് കരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ വഴി ഏതാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ ഈ മീറ്റിങ്ങിലായിരിക്കുന്നത്, ഇവിടെ ടെസ്റ്റിമണി പറയാനായിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ എന്നെ കൊണ്ടുവന്നതാണെന്നുള്ളത്. ഇവിടെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഞാനൊരു 25 വയസ്സുള്ള പെൺകുട്ടിയാണ്. വേലയിൽ ഇറങ്ങുമ്പം ഫുൾ ടൈം മിനിസ്ട്രി ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു, ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. എന്ത് കണ്ടിട്ടാണ് ഇറങ്ങുന്നത്? ഭാവിയെപ്പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും പോകാൻ നോക്കിക്കൂടെ? ഇന്നാണെങ്കിലും എനിക്ക് നാട്ടിൽ ആൻറ്റി ജോലിക്ക് കയറാം, ഇന്നാണെങ്കിലും എനിക്ക് കയറാം. പക്ഷെ എപ്പോഴും എനിക്ക് ഹൃദയത്തിൽ ഒരു വിലക്ക് കിട്ടും, പോകരുത്. ദൈവസന്നിധിയിൽ അനുസരിച്ച് നിന്നാൽ മാത്രമേ
കർത്താവിന് പണി പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. അന്നേരം എല്ലാവരും കളിയാക്കുമ്പം ഞാൻ ആരോടും ഒന്നും പറയത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ വന്ന് പാവിരിച്ച് കരയും ധാരാളമായിട്ട്, കർത്താവെ അങ്ങ് എന്നെ ഇറക്കിയതെങ്കിൽ അങ്ങ് തെളിയിക്കണമെന്ന്. ഇന്ന് കൃപയാൽ എല്ലാവരും തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിനായിട്ടല്ലോ ദൈവം നിന്നെ കണ്ടതെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മൾക്കൊരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്നുള്ളത് നന്നായിട്ട് ദൈവത്തിന് അറിയാം. അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഇന്നും കർത്താവ് ഓരോ ദിവസവും എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മുറിയിലായിരുന്നപ്പം ഞാൻ പറഞ്ഞു, ആരോടും മിണ്ടാൻ പറ്റാത്ത വളരെ നിരാശ എന്നെ കയറി പിടിച്ചു. വളരെ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ പോകാനിടയായി. പക്ഷേ ആ രാത്രിയിലും ആ ഇരുട്ടേറിയ അവസ്ഥയിലും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ആ മുറിയിൽ അനുഭവിക്കുന്നത്. അന്ന് ഞാൻ ഈ വർഷിപ്പ് സോങ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ദൈവസന്നിധിയിൽ പായിലിരിക്കുന്നത്. അന്നേരം പെട്ടെന്നൊരു പാട്ട് ഞാൻ കേൾക്കാനിടയായി. മനമേ ചഞ്ചലം എന്തിനാ, നിനക്ക് വേണ്ടി കരുതാൻ വല്ലഭനില്ലേ എന്നുള്ള ചോദ്യം. നാളെ നനച്ച് നീ കലങ്ങേണ്ട അല്ലേ, നാളെ എന്താണെന്നുള്ള ഓർത്ത് നീ ഭാരപ്പെടണ്ട. പക്ഷെ അന്ന് ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് ദൈവം എന്നെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനിടയായി. അന്നേരം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ, ആത്മീയത്തിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ ഓപ്പൺ ആക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. കാരണം അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അന്നേരം ബൈബിൾ ഓപ്പൺ ആക്കിയപ്പം കർത്താവ് സംസാരിച്ചത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്, 55:8 നിന്ന്. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്തോ എന്നെപ്പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള. ഈ വചനം കിട്ടിക്കഴിഞ്ഞ് ഞാൻ നേരെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ച ഒരു ചോദ്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അമ്മ, ഞാൻ നശിച്ചു പോകുമോ, അമ്മ ഞാൻ തകർന്നു പോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, നീ തകർന്നു പോകത്തില്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്, തകരാനല്ല ദൈവം നിന്നെ വിളിച്ചതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. തകർത്ത് കളയാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്നെ ഉയർത്താനാണ്. അതുകൊണ്ടാണ് ദൈവം അനർത്ഥ ദിവസത്തിൽ കർത്താവ് എന്നെ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു എന്ന പാറമേൽ എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും അനർത്ഥ ദിവസങ്ങൾ വരുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? സൂയിസൈഡും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. ഒരു ചിന്തയിൽ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. കാരണം എനിക്കും ജോലി കിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇതോടെ തീർന്നു എന്നുള്ള ഒരു ചിന്ത എന്നെ അലട്ടി. അത് സാത്താൻ കൊണ്ടുവന്ന ഒരു തോട്ട്സ് ആയിരുന്നു. പക്ഷെ കൃപയാൽ അതിൽ നിന്നെല്ലാം ദൈവം, ആ ഇരുട്ടേറിയ അവസ്ഥയിൽ നിന്നും ദൈവം എന്നെ ദൈവത്തിൻ്റെ കരം കൊണ്ട് പൊക്കിയെടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നും ഞാൻ ഓരോ ദിവസവും നിൽക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ ഇന്നും ഓരോ ദിവസവും ഈ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു നോക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എൻ്റെ ലൈഫിൽ ചെയ്തത് അത്ര വലിയ നന്മയാണ്. പലപ്പോഴും ദൈവസന്നിധിയിൽ നന്മയൊക്കെ കിട്ടുമ്പോൾ കർത്താവിനെ മറന്ന് ഒരു ലൈഫ് പലരും മുന്നോട്ട് നീക്കും. പക്ഷെ ഇന്നും ദൈവം എന്നെ ഓർമ്മിപ്പിക്കും, നീ നടന്നു വന്ന വഴികൾ, നീ ഒന്നുമല്ലാത്തൊരു വ്യക്തി ആയിരുന്നു എന്നുള്ളത്. ഈ വചനം ദൈവം എന്നെ, കർത്താവിൻ്റെ വചനം എന്നെ ഏൽപ്പിക്കാൻ എനിക്ക് ഒരു യോഗ്യതയും ഇല്ല. കാരണം ഞാൻ ആ നിലയിൽ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. ഒരു പെന്തക്കോസ്റ്റ് പശ്ചാത്തലമല്ല എൻ്റേത്, ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ഓരോ നിമിഷവും മുന്നോട്ട് ചുവട് വെച്ചു. അന്നേരം ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദേവദാസന്മാർ എൻ്റെ അടുത്ത് വചനങ്ങളും ദൂതുകളും ഒക്കെ ഓർമ്മിപ്പിക്കുമ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ജോലിയിൽ എന്തോ വലിയ ഉയർച്ച കർത്താവ് തരും എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കടന്നുകൊണ്ടിരുന്നത്. എപ്പോഴാണ് പൂർണ്ണമായിട്ട് ദൈവം ഉറപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നാനം കഴിഞ്ഞു, അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ കടന്നു വന്നു, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത് അറിഞ്ഞു, അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ ജോലി തന്നെയാണ്. അങ്ങനെ ഈ വർഷം 2024 പലരുടെയും നിന്ന് കേട്ട് ഞാൻ മടുത്തു. ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നു. അന്നേരം തന്നെ അടുത്ത ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുക, എന്ത് കണ്ടിട്ടാണ് നിൽക്കുന്നത്? വീണു പോകത്തേ ഉള്ളൂ. അനേക യൗവനക്കാർ വീണു പോയിട്ടുണ്ട്. അന്നേരമൊക്കെ ഒത്തിരി ഭാരം തോന്നിയിട്ടുണ്ട്. അതും പാസ്റ്റർമാരുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അവർ വചനം ഓൺലൈനിലും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് വചനം നല്ല ശക്തമായിട്ട് പറഞ്ഞിട്ട്
പിന്നെ ഒരു എന്താ പറയുക, ബുദ്ധി കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അതേ സങ്കടം തന്നെ എൻ്റെ ഹൃദയത്തിലും അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസം 2025 24-ാം തീയതി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരുന്നപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എപ്രകാരമാണ് എൻ്റെ മിനിസ്ട്രി? എനിക്ക് ജോലിയില്ലെന്നുള്ളത് അങ്ങ് പറഞ്ഞു, ഫുൾ ടൈം മിനിസ്ട്രി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്ന് ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്, മത്തായി 3 പോകാൻ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, യോഹന്നാൻ സ്നാപകനെ പറ്റിയിട്ട്. കർത്താവിന് മുമ്പേ അദ്ദേഹം വഴി ഒരുക്കുകയാണ്, പാത നിരപ്പാക്കുകയാണ്. അദ്ദേഹം മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ. അപ്പം ദൈവനോട് പറഞ്ഞു, നിന്നെയും ഞാൻ മാനസാന്തരപ്പെടുത്തിയെടുക്കും, നിന്നിലൂടെ എനിക്ക് അനേകരെ നേടിയെടുക്കാനുണ്ട്, മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് നീ പറയേണ്ടതെന്ന്. കൃപയാൽ ഇന്ന് 64 മെസ്സേജുകളോളം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചർച്ച് മീറ്റിങ്ങുകളായിട്ടും ഒക്കെ എനിക്ക് പറയാൻ എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. എൻ്റെ ദൈവം എന്നെ വഴി നടത്തി. വചനത്തിൽ എനിക്ക് ഐഡിയ ഇല്ല, നോളജ് ഇല്ല, എന്താ പറയേണ്ടതെന്നുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. ആകെ ഞാൻ വായിക്കുന്നത് സങ്കീർത്തനം മാത്രമാണ്, അതും അമ്മയെ പേടിച്ച്. 23-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 1-ാം സങ്കീർത്തനം, ഇത് മാത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കാൽച്ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പം പൊരുളുകൾ തിരിച്ചു തരാൻ തുടങ്ങി. ചില വേളകളിൽ ഞാൻ ചിന്തിക്കും, ചില മർമ്മങ്ങൾ ദൈവം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവ് ഇതൊന്നും പറഞ്ഞു തരാനുള്ള യോഗ്യത എനിക്കില്ല. ചില സമയങ്ങളിലൊക്കെ ഈ ആഴമായിട്ട് കർത്താവിനോടിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിലേക്ക് പോകും, വേറിട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് ദൈവവുമായിട്ട് ഞാൻ സംസാരിക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റിവെക്കും. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പം ലോകവും വേണം ദൈവവും വേണം എന്നുള്ള ചിന്തയിൽ നമുക്ക് പോകാൻ പറ്റില്ല മോളെ. നമുക്ക് ഒറ്റ ഒരു സ്റ്റാൻഡ് മതി, നിനക്ക് ഞാൻ മതി. ആ ഒരു നിലയിൽ തന്നെ നീ പോകണം. നിന്റെ സംസാരത്തിലും നിന്റെ ചിന്തയിലും നിന്റെ പ്രവൃത്തിയിലും നിന്റെ നോട്ടത്തിലും നടപ്പിലും ഒക്കെ വ്യത്യാസം വരണം. ഇപ്പം മൊബൈൽ പോലും യൂസ് ചെയ്യുന്നത് കർത്താവ് സമയം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് പ്രകാരമാണ് മൊബൈൽ പോലും യൂസ് ചെയ്യേണ്ടത്. ചിലപ്പം ഒരു വേള ഒരു ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഞാൻ അതിന് ഫോണിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും എത്ര നേരം ഞാൻ ഉപയോഗിച്ചെന്നുള്ളത്. ചിലപ്പോൾ ഒരു 38 മിനിറ്റ്സ് ആകും, ചിലപ്പോൾ 1 hour ആകും. അതിലൊരിച്ചിരി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. മെസ്സേജുകളൊക്കെ ധാരാളം ഞാൻ കേട്ട ഒരു സമയമുണ്ട്. എന്നാൽ ഇപ്പം വേറിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം എന്താണോ പറയുന്നത് അത് അനുസരിച്ച് ഓരോ നിമിഷവും ചുവട് വെക്കുകയാണ്. ദൈവത്തിൻ്റെ വേലയിൽ ദൈവം എന്നെ ഇറക്കിയിട്ട് ഇന്ന് 1 വർഷവും 4 മാസവും കഴിയുന്നു. കൃപയാൽ ദൈവം പറയുന്നത് അനുസരിച്ച് നിന്നുകൊണ്ട് ഇന്നും ഞാൻ വീണു പോകുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. കർത്താവ് വിശ്വസ്തനാണ്. പലപ്പോഴും നമ്മളാണ് ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് നീങ്ങിയതുകൊണ്ട്, മുന്നോട്ട് ചുവട് വെച്ചതുകൊണ്ട് ഇന്നും ഞാൻ താണുപോകാതെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് ചുവട് വെക്കുന്നു. ഇതിലൊക്കെ ക്രെഡിറ്റ് കർത്താവിനാണ് പറയേണ്ടത്. രണ്ടാമതായിട്ട് എൻ്റെ അമ്മയ്ക്ക്. അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു ജോലിയോടുകൂടെ ഞാൻ സുവിശേഷം ചെയ്യണമെന്നുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് ഫുൾ ടൈം മിനിസ്ട്രി ആയിരുന്നു. എന്നാൽ ഇന്ന് ചിലർ ചോദിക്കും, ഭൗതികമായിട്ട് എന്തെങ്കിലും നടന്നോ ദേവദാസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, വട്ടപൂജ്യമാണ്, ഒന്നും നടന്നിട്ടില്ല. ലേവി ഗോത്രത്തിനോട് പറഞ്ഞതുപോലെ ഞാൻ തന്നെയാണ് നിന്റെ അവകാശം, ഞാൻ തന്നെയാണ് നിന്റെ ഓഹരി. ഹല്ലേലൂയ. കർത്താവ് ഇന്നും അതാ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, ഈ ആസാദി ചാനലിൽ വന്നിട്ട് ഒത്തിരിയും പേരും ട്രമൻഡസ് ആയിട്ടുള്ള ടെസ്റ്റ് മണി ഒത്തിരി പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അക്സ ചേച്ചി എന്നോട് പറഞ്ഞു, പ്രിയ ദേവദാസി എന്നോട് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ ദൈവസന്നിധി ഇരുന്ന് ചോദിച്ചു, കർത്താവേ എനിക്ക് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ടെസ്റ്റ് മണി ഒന്നും ഇല്ലല്ലോ, വിടുതലിൻ്റെ സാക്ഷ്യം അങ്ങനെയൊന്നും എനിക്ക് പറയാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ദൈവം പറഞ്ഞ ഒറ്റ ഒരു കാര്യം ഇതാണ്, നിന്റെ ആത്മാവിനെ ഞാൻ സേഫാക്കി തന്നു. നിത്യത എന്നുള്ള കോൺസെപ്റ്റ് നീ പറയണം. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ ഓഹരി, ഇതിൽ പരം നിനക്ക് എന്താ വേണ്ടത്? കാരണം നമ്മുടെ സ്വർഗത്തിലെ പിതാവ് സമ്പന്നനാണ്. പിന്നെ ഇനിയും കർത്താവിനോട് ഇനിയും അത് വേണം ഇത് വേണം, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വേണം, അങ്ങനെ നമ്മൾ എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ഓൺ ഫാദർ ആണെങ്കിൽ, ഓൺ അപ്പനാണെങ്കിൽ നമുക്ക് പിന്നെ അപ്പൻ മാത്രം മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടെത്തിച്ചു. എന്നും എനിക്ക് വാഗ്ദത്തത്തെ പറ്റിയിട്ടായിരുന്നു ടെൻഷൻ. എൻ്റെ വാഗ്ദത്തം എന്ന് നടക്കും,
എന്ന് എനിക്ക് ഒരു നല്ല ഒരു ഭാവി ലഭിക്കും കർത്താവെ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്തയും ചോദ്യവും. അത് കർത്താവ് കഴിഞ്ഞ മാസം, എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസം, കർത്താവ് അത് പൊളിച്ചു തന്നു. അത് വചനത്തിൽ കൂടി തന്നെ കർത്താവ് പറഞ്ഞു. അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നെന്ന് പറഞ്ഞു. എല്ലാത്തിനേക്കാട്ടിലും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കണം, എല്ലാം വിടണം, എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിലാക്കി കൊടുക്കണം. ഇന്നും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്രകാരം മാത്രമേ ഉള്ളൂ: ദൈവത്തിനു വേണ്ടി എന്നാലാവുന്നത് ചെയ്യണം. ഇന്നും ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും ആൻറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നാളെ വരുമ്പം ഞാൻ പോകുമോ, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഞാൻ വചനം ധ്യാനിക്കുന്നത് കർത്താവിന് ഇഷ്ടമാണോ, വചനം വായിക്കുന്നതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണോ, ഈ ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ദൈവസന്നിധിയിൽ ചോദിക്കുന്നത്. കർത്താവിൻ്റെ ഹിതപ്രകാരമാണോ ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്, അതോ കർത്താവെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു, ഭയങ്കര ലേസി ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ദൈവസന്നിധിയിൽ വന്നപ്പോൾ എങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം, എങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കാം, എങ്ങനെ ദൈവശബ്ദം കേൾക്കാം, ആത്മീകമായിട്ടുള്ള കാര്യങ്ങളിലാണ് ദൈവം എനിക്ക് മാറ്റം തന്നത്. ഭൗതികമായിട്ട് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒരു കാര്യവും എനിക്കില്ല. പക്ഷെ കൃപയാൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. അനേകരുടെ നടുവിൽ ഇന്ന് വചനവുമായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ പുറത്തിറക്കേണ്ട ഒരു സമയമായിട്ടില്ല. അത് ദൈവം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുറത്തിറക്കണമെങ്കിൽ ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മാറ്റങ്ങൾ ഒത്തിരിയും ദൈവം ചെയ്തെടുക്കാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പണി പൂർത്തീകരിക്കുമ്പം കർത്താവ് എന്നെ പുറത്തെടുക്കും. അനേകരെ നിത്യതയിൽ എത്തിക്കണം. ദൈവത്തിനു വേണ്ടി അനേകം വ്യക്തികളെ നേടണം. എന്നിലുള്ള എല്ലാ സ്വഭാവങ്ങളും ദൈവം മാറ്റണം. ദൈവത്തിൻ്റെ ഒരു ഭാവത്തിലേക്ക് ദൈവം എന്നെ എത്തിക്കണം. അതുകൊണ്ടാണ് യിരെമ്യാവിൻ്റെ 29:11 പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു ഭാവിയുണ്ട്, അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, നിങ്ങളുടെ നന്മയ്ക്കാണ്. ചില വചനങ്ങളൊക്കെ ദൈവം എന്നോട് ഇടപെടുമ്പോൾ ഞാനത് ശക്തമായിട്ട് ഏറ്റെടുക്കും. കാരണം അതെൻ്റെ ജീവിത ലൈഫ് സ്റ്റൈലുമായിട്ട് ആ വചനം ഇണങ്ങിച്ചേരുന്നതാണ്. കർത്താവ് കറക്റ്റ് വചനങ്ങളാണ് എപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മുമ്പും പിമ്പും അടച്ച് കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ ലോക്ക് ചെയ്തു. അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇപ്രകാരം പറഞ്ഞു, എടി ദൈവം എന്നെ തകർത്തത് എന്നെ പണിയാനായിരുന്നെന്ന് പറഞ്ഞപ്പോൾ വളരെ രസകരമായിട്ട് എൻ്റെ ഫ്രണ്ട് ഇപ്രകാരം പറഞ്ഞു, എടി ദൈവം നിന്നെ തകർത്തത് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനായിരുന്നെന്ന്. ഹല്ലേലൂയ. കർത്താവ് ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായി, എനിക്ക് ചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. ഒരു ദിവസം ഒരു പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദേവദാസൻ ഇപ്രകാരം എൻ്റെ അമ്മയോട് പറഞ്ഞു, എല്ലാ ഭാഗവും ശത്രു ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. ഇന്ന് നമ്മളുടെ ചിലരുടെയൊക്കെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അത് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ചിന്തിക്കും ശത്രു ബ്ലോക്ക് ചെയ്തതാ, സാത്താൻ ബ്ലോക്ക് ചെയ്തതാ. എന്നാൽ അല്ല, ചില വഴികളും വാതിലുകളും അടയ്ക്കുന്നത് കർത്താവിൻ്റെ കറക്റ്റായിട്ടുള്ള പർപ്പസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ചിലർക്ക് അത് അറിയത്തില്ല. ചിലർ പറയുന്നത് ശത്രു അത് അടച്ചു, ശത്രു വാതിൽ അടച്ചു. അല്ല, ദൈവം അടയ്ക്കുന്ന വാതിലുണ്ട്. അതെൻ്റെ ലൈഫിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ നേരെയുള്ള എല്ലാ വാതിലും കർത്താവ് ക്ലോസ് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇന്നും ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് അത് പറയുന്നത് ഇപ്രകാരം, ആശയ്ക്ക് ജോലിയൊക്കെ കിട്ടി ആശ അങ്ങ് പോയിരുന്നെങ്കിൽ ആശ ഇന്ന് ദൈവസന്നിധി പോലും കാണത്തില്ലായിരുന്നു. ആശ കൈവിടപ്പെട്ടു പോയനെ. ശരിയാ, ദൈവദാസൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് ജോലിയൊക്കെ കിട്ടി ഖത്തറിൻ്റെ ദേശത്ത് എത്തിയിരുന്നെങ്കിൽ പേരിനൊരു പെൻഡക്കോസ്റ്റ് ചർച്ചിൽ പോകുന്നു, പാട്ടുപാടുന്നു, ആരാധിക്കുന്നു എന്നുള്ള നിലയിലേക്ക് മാത്രം നിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാനും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത് അറിഞ്ഞ് ഓരോ നിമിഷം അതനുസരിച്ച് ചുവട് വെക്കുവാനും കർത്താവ് എന്നെ ഓരോ നിമിഷവും പ്രാപ്തിപ്പെടുത്തുന്നുണ്ട്. അതിന് യോഗ്യത ഉള്ളവളാക്കി തീർക്കുന്നുണ്ട്. ഇന്ന് വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിറവേറിയില്ലെങ്കിലും നമ്മൾ ഭയപ്പെടണ്ട, അതോർത്ത് നമ്മൾ വിഷമിക്കണ്ട. കാരണം വാഗ്ദത്തം ചെയ്ത വലിയൊരു ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു വേളയിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, എൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം അടഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല.
ഈ ദൈവത്തെ ഞാൻ ഇനി സ്നേഹിക്കത്തില്ല. എന്തിനു ഞാൻ സ്നേഹിക്കണം? ഞാൻ ചോദിച്ചതൊന്നും കർത്താവ് എനിക്ക് തന്നില്ല. ഞാൻ ചോദിച്ച ദേശത്ത് കർത്താവ് എന്നെ എത്തിച്ചില്ല. എന്തിനാ ഞാൻ സ്നേഹിക്കേണ്ടത് അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഒന്നും നടന്നില്ലെങ്കിലും നീ ഭാരപ്പെടണ്ട, ദൈവസന്നിധിയിൽ മറുതലിക്കരുത്, ദൈവസന്നിധിയിൽ നീ പിറുപിറുക്കരുത്. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും അന്ന് രാത്രിയായപ്പോൾ തന്നെ ഞാൻ കർത്താവിനോട് വന്ന് ക്ഷമ ചോദിച്ചു. കർത്താവെ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞതാ, എന്നോട് പൊറുക്കണം ദൈവമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചു. ഇന്നും ദൈവം ഓരോ തെറ്റുകൾ എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. ആ തെറ്റുകളൊക്കെ തിരുത്തി ദൈവസന്നിധിയിൽ മടങ്ങി വരാനാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. പലപ്പോഴും നമ്മളൊക്കെ ഒരു തെറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുടിയൻ പുത്രൻ ഒരു തെറ്റിലേക്ക് പോയി തിരിച്ചു വന്നപ്പം അവന് സുബോധം വന്നു. അവൻ തിരിച്ചറിഞ്ഞു സ്വർഗത്തോടും തൻ്റെ പിതാവിനോടും പാപം ചെയ്തെന്നുള്ളത്. നന്മ എപ്പോഴും തന്നു കഴിഞ്ഞാൽ ചിലവർ തിരിച്ചറിയത്തില്ല ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു, ഈ ദൈവമാണ് എൻ്റെ ദൈവം, എനിക്ക് ഈ ദൈവത്തെ മതി, എനിക്ക് ഈ ദൈവം പറയുന്നത് പോലെ ജീവിച്ചാൽ മതി, ദൈവം പ്രസാദിക്കുന്ന ഒരു ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ എന്നെ ദൈവം എത്തിച്ചേർത്തു. എന്നിൽ നിന്ന് മാറ്റേണ്ട കുറവുകളും എല്ലാം കർത്താവ് മാറ്റിത്തന്നു. മുന്നോട്ട് പോകവേ എൻ്റെ ക്രിസ്തീയ ലൈഫ് പഴയ ലൈഫിൽ നിന്ന്, പഴയ ലൈഫ് എന്ന് പറയുമ്പോൾ തകർന്നു കടന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷെ അതിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് തൻ്റെ കരം പിടിച്ച് വഴി നടത്തി. ഇന്നും ഞാൻ ദൈവസന്നിധി പറയുന്നത്, കർത്താവെ, എനിക്കറിയത്തില്ല, ആത്മീയത എനിക്ക് ഒട്ടും അറിയത്തില്ല, ആത്മീയത സംബന്ധിച്ച് ഞാനൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്, എന്നെ ഒരു സമ്പന്നതയിലേക്ക് എത്തിക്കണം, അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് വചനം വായിക്കണം. ചില സമയത്തൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ നല്ല വഴക്ക് കിട്ടാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറയുന്ന സമയത്ത് വചനം വായിക്കാൻ ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അവൈലബിൾ ആയി കൊടുക്കും. മുന്നോട്ട് ദൈവം ഒരിച്ചിരി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടിയായിരിക്കും. അപ്പം ഞാൻ ദൈവത്തോട് പറയുന്നത്, ഇല്ല ദൈവമേ, എന്നോട് ക്ഷമിക്കണം, അങ്ങ് പറയുന്ന സമയത്തിനനുസരിച്ച് ഞാൻ ഇരുന്നോളാം. എൻ്റെ ഒരു ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാവങ്ങളെ, ഒരുപാട് പാവങ്ങളെ സഹായിക്കണമെന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ലാത്ത വ്യക്തികളെ സഹായിക്കാം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ദൈവത്തോട് പറയും, ജോലിയോടുകൂടെ ശുശ്രൂഷ തരുവാണെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പാക്കാമെന്ന് പറയും. അന്നേരം ഒരു ദിവസം വചനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. ദാവീദ് പറഞ്ഞു, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിങ്കൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്കലേക്ക് തരുന്നതേ ഉള്ളൂ. അതായത് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചിട്ട് ദൈവത്തിന് തരുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് എനിക്ക് ഈ മിനിസ്ട്രിയിൽ നിൽക്കുമ്പോൾ എന്നെ അറിയാത്ത ആൾക്കാരൊക്കെ, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് ആയിക്കോട്ടെ, ചർച്ച് മീറ്റിംഗ് ആയിക്കോട്ടെ, ഫാസ്റ്റിംഗ് മീറ്റിംഗ് ആയിക്കോട്ടെ, അതെല്ലാം ഓൺലൈൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ, ചെറിയൊരു നന്മ എന്നെ ഏൽപ്പിക്കുമ്പം കർത്താവ് ആരെയാണോ കാണിച്ചു തരുന്നത്, ചിലപ്പോൾ ആ വ്യക്തികളെ എനിക്ക് അറിയത്ത് പോലും ഇല്ല, ഒരു പരിചയം പോലും ഇല്ല, പക്ഷെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. അവരുടെ വീട്ടിലെ ആവശ്യങ്ങളായിക്കോട്ടെ, ആഗ്രഹങ്ങളായിക്കോട്ടെ, ദൈവം പറയുന്നത് ചെയ്തു കൊടുക്കാൻ ദൈവം ഇന്നും എനിക്ക് പ്രാപ്തി തരുന്നുണ്ട്. അതിനൊരു ജോലി വേണമെന്നൊന്നുമില്ല. അത് എൻ്റെ ഒരു തെറ്റായിട്ടുള്ള ചിന്തയായിരുന്നു. ജോലി ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നോ അല്ല. ഈ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ദൂതനെ അയക്കും, കാക്ക അയക്കണമെങ്കിൽ കാക്ക അയക്കും, അറിയാത്ത ആൾക്കാരെ അയക്കണമെങ്കിൽ അറിയാത്ത ആൾക്കാരെ അയക്കും. അങ്ങനെ ഇന്നും അറിയാത്ത ആൾക്കാരിൽ നിന്നൊക്കെ നന്മ ലഭിക്കുമ്പോൾ പ്രാർത്ഥിച്ച് അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, 1 രൂപ പോലും എനിക്ക് മിനിസ്ട്രിയിൽ നിന്ന് എടുക്കരുത്. ഇന്നും എൻ്റെ പ്രാർത്ഥന അതാ. കാരണം ഒരുപാട് പേര് പണത്തിൽ, അതുപോലെ തന്നെ ഫേമസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വീണു പോകുന്നുണ്ട്. പക്ഷെ ഇന്നും എൻ്റെ പ്രാർത്ഥന, കർത്താവെ, പണം വന്നാലും പദവി കൂടിയാലും അതിൽ വീണു പോകരുത്. എത്ര പണം കൈ കിട്ടിയാലും അതിലൊന്നും വീണു വരുന്നത്. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, നീ അത് പ്രാർത്ഥിച്ചോണം. പ്രാരംഭമൊക്കെ എല്ലാവരുടെയും നല്ല മനോഹരമായിരിക്കും, പക്ഷെ അവസാനം വരെ നമ്മൾ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നീ അത് പ്രത്യേകം പ്രാർത്ഥിച്ച് ചെയ്യണം. ദൈവത്തിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറിപ്പോകരുത്. ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് തന്നെ നീ മുന്നോട്ട് നീങ്ങണം. അതുപോലെ തന്നെ എന്നെ ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്തത് പ്രിയ അക്സച്ചേച്ചിയാണ്. അക്സച്ചേച്ചിയുമായിട്ട് പരിചയപ്പെടാൻ ഒരു വേളയിൽ ഞാൻ എൻ്റെ മുറിയിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു വാചകത്തിൻ്റെ മുമ്പിൽ തകർന്നു പോയപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അന്ന് പ്രാർത്ഥനാ മുറിയിൽ കേട്ടൊരു ശബ്ദമാണ്, കണക്ട് അക്സ.
അക്സ ചേച്ചിയെ പോയി കണക്ട് ചെയ്യാൻ. അന്നേരം എൻ്റെ നമ്പറില്ല, ഞാൻ എങ്ങനെ കർത്താവെ കണക്ട് ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ട എനിക്കറിയില്ല. അന്നേരം ചേച്ചിയുടെ ടെസ്റ്റ് മണി ഞാൻ ആസാദിയിൽ കേട്ടിട്ടുണ്ട്. അപ്പം ബിനു വടശ്ശേരിക്കര പാസ്റ്ററിൻ്റെ ഈ നമ്പർ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ബിനു വടശ്ശേരിക്കര പാസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചെന്നു, നമ്പർ ചോദിച്ചു. അന്ന് ഞായറാഴ്ച ഇവിടെ രാത്രി, അവിടെ രാവിലെയാണ്. ചേച്ചി പറഞ്ഞു, മോള് നാട്ടിൽ നിന്നാണോ, എവിടുന്നാ, എന്താ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്നാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്കൊരു പ്രെയർ റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാതെ ഒരു ഹൃദയം തകർന്ന വേളയിൽ കൂടി ഞാൻ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ചേച്ചി പറഞ്ഞു നാളെ ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി തന്നെ ദൈവം ഒരു വളരെ സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ തന്നു. വിളിക്കേണ്ടി വന്നില്ല. ചേച്ചിക്ക് വോയിസ് അയച്ചു, ചില മെസ്സേജുകൾ ഷെയർ ചെയ്തു, ചേച്ചിയുടെ യൂട്യൂബിലുള്ള ചില മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ എൻ്റെ മിനിസ്ട്രിയിലേക്കുള്ള ഒരു വഴിത്തിരിവായിരുന്നു പ്രിയ ദൈവദാസിയുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ. അന്നേരം എനിക്ക് മനസ്സിലായി എത്തിക്കേണ്ടത് എവിടാണെന്ന് കർത്താവിന് അറിയാം. അതനുസരിച്ചേ കർത്താവ് എത്തിക്കത്തുള്ളൂ. ചില വ്യക്തികളെ കണക്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളത് അനുസരിക്കണം. കർത്താവ് പറയുന്നത് കേട്ട് ചുവട് വെക്കണം. അന്നൊരു യൂത്ത് മീറ്റിംഗ് ഞാൻ ചെയ്തായിരുന്നു പാസ്റ്റർ ഷാജിയും പോളിൻ്റെ കൂടെ. അപ്പോൾ ചേച്ചി എൻ്റെ മെസ്സേജോ അങ്ങനെ ഒന്നും തന്നെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വഴിത്തിരിവായിട്ട് വരുന്നത് ഒരു യൂത്ത് മീറ്റിംഗ് ആയിരുന്നു പാമ്പാടിയിൽ. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു മണിക്കൂർ വചനം ഷെയർ ചെയ്യാൻ കൃപയാൽ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ പോസ്റ്റർ ഞാൻ ചേച്ചിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അത് പിന്നീട് എന്നോട് ഒരു അവസരത്തിൽ ചോദിച്ചു, ഇനി ഒരു ചാനലുണ്ട്, ആ ചാനലിൽ വചനം പറയാൻ, ബഥേൽ മീഡിയയിൽ വചനം പറയാൻ മോൾ ആഗ്രഹിക്കുന്നുണ്ടോ, താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് തുടങ്ങി ഓരോ കണക്ഷനാണ്. ഇന്നും കർത്താവ് ഓരോ വ്യക്തികളെ എൻ്റെ അടുക്കലേക്ക് കൂട്ടി യോജിപ്പിക്കുന്നു. ഒന്നും ഞാൻ തേടി പോകണ്ട, ഒരു സ്റ്റേജ് എനിക്ക് തരാമോ, അല്ലെങ്കിൽ എനിക്കൊരു ടെസ്റ്റ് മണി പറയാൻ ആഗ്രഹമുണ്ട്, ഇതൊന്നും ഞാൻ തേടി പോകണ്ട. ഈ വീട്ടിലിരിക്കുമ്പം, എൻ്റെ മുറിയിലിരിക്കുമ്പം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഓരോ വ്യക്തികളെ അയച്ച് കൊണ്ട് എൻ്റെ അടുക്കൽ എത്തിച്ചു തരുന്നുണ്ട്. മോളെ നീ വന്നൊന്ന് മെസ്സേജ് പറയാൻ നിനക്ക് ഒഴിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊന്നും എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. പക്ഷെ ആദ്യം മിനിസ്ട്രിയിൽ ഇറക്കിയപ്പം കർത്താവ് ഞാൻ പറഞ്ഞു ഒരു വചനമാണ് തന്നത്, കൊയ്ത്ത് വളരെയുണ്ട് വേലക്കാരോ ചുരുക്കം എന്നുള്ളത്. ഈ വചനം തന്നപ്പോൾ, ഈ വചനത്തിനനുസരിച്ച് ചുവട് വെച്ചപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടയം പട്ടണത്തിൽ കോട്ടയം കുറിച്ചി ഹെവൻലി പ്രയർ ടവർ ചർച്ചിൽ ഒരു ഞായറാഴ്ച അരമണിക്കൂർ വചനം പറയാൻ കർത്താവ് എനിക്ക് കൃപയാൽ ഭാഗ്യം തന്നു. അതാണ് എൻ്റെ മിനിസ്ട്രിയുടെ തുടക്കം. അവിടുന്ന് ഒരു ഫോട്ടോ ആ പാസ്റ്റർ എടുത്തു. അത് ഞാൻ ഷാജിയമ്പോളിന് അയച്ചു കൊടുത്തപ്പം, കാരണം എൻ്റെ സ്പിരിച്വൽ ഫാദറാണ്, അദ്ദേഹത്തിൻ്റെ വചനം ധ്യാനം, വചനം വായന, അതുപോലെ തന്നെ മെസ്സേജുകൾ, ഇതൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു. അപ്പം എന്തുണ്ടെങ്കിലും ഞാൻ പാസ്റ്ററിനോട് ഷെയർ ചെയ്യും. ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിലായിരിക്കുമ്പോഴും ഇന്നലെ ദേവദാസിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. അപ്പം ദേവദാസിനോട് പറഞ്ഞപ്പോൾ ദേവദാസൻ എന്നോട് പറഞ്ഞു, മോളെ ഞങ്ങളുടെ യൂത്ത്, ഞങ്ങളുടെ ചർച്ചിൽ നീ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കണം, എനിക്ക് എന്നാ ഫ്രീ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പാസ്റ്ററിൻ്റെ മക്കളായിരുന്നു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. വേറൊരു ദേവദാസനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ആ ദേവദാസന് പിന്നീട് സമയമില്ലെന്ന് പറഞ്ഞു, തിരിച്ച് എന്നിലേക്ക് തന്നെ അത് വന്നു. അന്നേരം ആ ഷാജി പാസ്റ്ററിൻ്റെ മൂത്ത മോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്നേഹ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേച്ചി ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ട് ദൈവം മാറ്റി വെച്ചതാണ്, അതുകൊണ്ടാണ് സമയമായപ്പം ആ ദേവദാസന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ദേവദാസൻ മാറിപ്പോയതെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, എങ്ങും അവസരം ചോദിച്ചുകൊണ്ട് ചെല്ലണ്ട, കർത്താവ് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇന്നും കർത്താവ് നടത്തുന്നുണ്ട്, ഇന്നും കർത്താവ് കാണിച്ചു തരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ അക്സ ചേച്ചി ആത്മീയമായിട്ട് എന്നെ ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ആത്മീയമായിട്ട് എന്നെ ഒത്തിരി ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് സ്നേഹമുണ്ട് ചേച്ചീനോട്. കാരണം കസിൻസും റിലേറ്റീവ്സും എല്ലാം മാറി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്നെ ചേർത്ത് നിർത്താൻ കർത്താവ് ആത്മീയത്തിൽ തന്നെ ഒത്തിരി പേരെ ഉയർത്തുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് മണി. ഇതെല്ലാവർക്കും അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മുടെ വാഗ്ദത്തം ഒന്നും നടന്നില്ലെങ്കിലും നമ്മൾ വേദനിക്കേണ്ട, വിഷമിക്കേണ്ട. കർത്താവാണ് നമ്മുടെ ഓഹരി, കർത്താവാണ് നമ്മുടെ അവകാശം. ഈ ഒരു ടെസ്റ്റ് മണി നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസിനെയും ദൈവദാസിയെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്ത പ്രിയ അക്സസ് സിസ്റ്ററിനെയും കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ആഷമോളെ, ദൈവം
ശുശ്രൂഷയിൽ ഇനി ഉപയോഗിക്കട്ടെ. ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളൊക്കെയാണ്. കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുക, വിശ്വസ്തയായി നിൽക്കുക. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. ഞാൻ ആശയുടെ ടെസ്റ്റിമണി കേട്ടപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ തുടക്കവുമായിട്ട് ഒത്തിരി കണക്റ്റ് ആകുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിലായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടിയ രാഷ്ട്രീയമായിരുന്നത് കൊണ്ട് ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവസാനം എല്ലാവരുടെയും ക്ലാസ് തുടങ്ങി 2 മാസം കഴിഞ്ഞാൽ എനിക്കും അഡ്മിഷൻ കിട്ടിയത്. അതും ദൈവം അത്ഭുതമായിട്ട് ഒരുക്കിയ അഡ്മിഷനായിരുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ശരിക്കും മാനസാന്തര അനുഭവത്തിലേക്ക് ഒക്കെ മടങ്ങി വന്നത്. ഞാൻ ഇലക്ഷന് നിന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ പപ്പയും മമ്മിയും ഞാൻ തോറ്റു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം അവർക്കത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ജയിച്ചു. അതൊക്കെയായിരുന്നു എൻ്റെ അനുഭവങ്ങൾ. എന്തായാലും ദൈവത്തിൻ്റെ സ്തോത്രം. ചെറിയ പ്രായത്തിൽ കോളേജിൽ പഠിക്കുമ്പം തന്നെ കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. പഠിക്കുന്ന സമയത്ത് തന്നെ ശുശ്രൂഷയിലായി. അപ്പോൾ ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ആശയം ഇന്ന് അതുപോലൊരു സ്റ്റെപ്പ് എടുത്ത് നിൽക്കുന്നു. ദൈവശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. കർത്താവിന് വിശ്വസ്തയായിട്ട് നിൽക്കണം. ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. കാരണം ഈ കാലത്ത് വിശ്വസ്തരെയാണ് ദൈവത്തിന് കിട്ടാത്തത്. പണം സുവിശേഷ വേലയ്ക്ക് ഒരു തടസ്സമല്ല. ഞങ്ങൾ 2 പേരും ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾ ജോലി വിട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ ആവശ്യങ്ങൾ മനുഷ്യനോട് പറയത്തില്ല, ദൈവത്തോട് മാത്രമേ പറയത്തുള്ളൂ. കൃപയാൽ ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വന്ന ശേഷം, ഞങ്ങൾ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേലയിലായിരുന്നു, പാസ്റ്ററൽ മിനിസ്ട്രിയിലായിരുന്നു. എന്നാൽ ഫുൾ ടൈം മിനിസ്ട്രിക്ക് 2 പേരും ജോലി വിട്ട് ഇറങ്ങിയ ശേഷം 2005-2006 ഞങ്ങൾ 2 പേരും ഇറങ്ങിയത്. ഇന്ന് വരെ ദൈവം അത് പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾ അത്ഭുതങ്ങൾ കാണുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു മുട്ടും വന്നിട്ടില്ല. ഒത്തിരി മിറക്കിൾസ്, ദൈവത്തിൻ്റെ പ്രൊവിഷൻ്റെ മിറക്കിൾ. നമ്മൾ ഈ 10 പേരോട് ചോദിക്കാൻ പോയാലേ നമ്മളും നാണം കെടും, ദൈവനാമവും ദൂഷിക്കപ്പെടും. പക്ഷേ കർത്താവിനോട് മാത്രം ചോദിച്ച് വിശ്വാസത്തോട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദൈവം ആളിനെ അയച്ച് തരുമ്പോൾ അല്ലെങ്കിൽ വഴി തുറക്കുമ്പോൾ അസാധാരണ അത്ഭുതങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ്റെ 100 കണക്കിന് സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. 100 കണക്കിന് സാക്ഷ്യം, തീരാത്തതുപോലെ സാക്ഷ്യം. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ടാണ് ഇന്നും ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നു. ഇതിന് സ്തോത്രം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പുതിയ തലമുറയോട് പറയുകയാണ്. ആശയോട് മാത്രമല്ല, ഞങ്ങളെ കേൾക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയുകയാണ്. പലർക്കും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അവർ ചുറ്റും കാണുന്ന ചില കാര്യങ്ങൾ കണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യുന്നത്? അതിന് ഫണ്ട് റൈസിങ് ചെയ്യണം, അതിന് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കണം. എന്നെക്കുറിച്ചുള്ള ഒരു വലിയ പരാതി, ഞാൻ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ടാൽ പിന്നെ ആ ആളിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്യത്തില്ല. ആളുകൾ പറയും, പാസ്റ്റർ അന്നൊന്ന് വന്നിട്ട് പോയി, പിന്നെ പാസ്റ്റർ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ എന്ന്. ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. കാരണം അങ്ങനെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? എനിക്ക് ആ കോണ്ടാക്റ്റ് വെക്കണം, നാളെ എനിക്ക് പ്രയോജനം വരണം എന്നുള്ള ഒരു ദ്രവ്യാഗ്രഹത്തിൻ്റെ സ്നേഹം എനിക്ക് ഇല്ല. അപ്പോൾ കർത്താവ് എന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തു, ഞാനിങ്ങ് പോരുന്നു. ഇനിയിപ്പം വിളിച്ച് ശല്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പലരും അങ്ങനെയല്ല. അവർ കോണ്ടാക്റ്റ് വെക്കും, കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയാ? നാളെ ഒരു ആവശ്യം വരുമ്പോൾ ഇവരോടൊക്കെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാമെന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷേ ദൈവം മാത്രം നമുക്ക് കോണ്ടാക്റ്റ് മതി കേട്ടോ. എൻ്റെ ജീവിതാനുഭവമാണ്. ദൈവം മാത്രം കോണ്ടാക്റ്റ് മതി. ദൈവം മിറക്കിൾസിലൂടെ നടത്തും. എന്തൊരു സന്തോഷമാണെന്നറിയാമോ ദൈവത്തിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുക, എല്ലാ ചെറുപ്പക്കാരോടും പറയുക. ഞാൻ ചെറുപ്പക്കാരെ ഒക്കെ, പ്രത്യേകിച്ചും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരോടൊക്കെ ഇത് പറയാറുണ്ട്. ദൈവം വിശ്വസ്തന, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഞങ്ങളെ നടത്തിയ കർത്താവിന് നിങ്ങളെ നടത്തുവാൻ കഴിയും. ഞങ്ങളുടെ പ്രൊവിഷൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ചാനലിൽ കിടപ്പുണ്ട്. 60 എപ്പിസോഡ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 60 എപ്പിസോഡ് സാക്ഷ്യങ്ങൾ പറയണമെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം. ഫാമിലി ടൈമിൽ എന്തെന്ത് അനുഭവങ്ങൾ കർത്താവ് തന്നു, ദൈവം നടത്തും. ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അടുത്ത തലമുറയിൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കണം. അസാധാരണ വീര്യപ്രവൃത്തികൾ വിശ്വസ്തന്മാരെ കൊണ്ട് ദൈവം ചെയ്യും. വിശ്വസ്തന്മാരെ കയ്യിൽ കിട്ടാനില്ലാത്തത് കൊണ്ടാണ്
ദൈവത്തിന് ഈ രാജ്യത്തെ മാറ്റുവാൻ കഴിയാഞ്ഞത്. ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധങ്ങളെ കിട്ടുന്നില്ല. ഇണങ്ങിയ ആയുധങ്ങളായി സമർപ്പിക്കപ്പെട്ടവർ പോലും കുറേ കഴിയുമ്പോൾ അവരൊക്കെ മറ്റെന്തൊക്കെയോ വഴികളിലൂടെ മറ്റ് മോഡൽസ്, അവർ കണ്ടിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ട്, അതിൻ്റെ പുറകെ അങ്ങ് പോകുക. അതുകൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ ഇണങ്ങിയ ആയുധങ്ങളെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് വിവാഹം. അതുകൊണ്ട് തന്നെ ദൈവം അയച്ച വ്യക്തി, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തി ജീവിതത്തിൽ വന്ന് നിങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷിക്കുമ്പോഴാണ് ഏറ്റവും ശക്തമായ ദൈവമഹത്വം വെളിപ്പെടുന്നത്. വിവാഹത്തിൽ തെറ്റുപറ്റരുത്. ബാക്കി എവിടെ തെറ്റിയാലും നമുക്ക് തിരുത്താം. വിവാഹത്തിൽ തെറ്റിയാൽ തിരുത്താൻ പറ്റത്തില്ല. പല പുതിയ ശുശ്രൂഷകന്മാരും ചെറുപ്പക്കാരും പരാജയപ്പെട്ടത് കാരണം അവർ ശുശ്രൂഷയിൽ പോപ്പുലറായി കഴിയുമ്പോൾ, പേരൊക്കെ ആയി കഴിയുമ്പോൾ നല്ല നല്ല കല്യാണാലോചന വരും. അതിനകത്ത് സൗന്ദര്യമുള്ള കുട്ടികളുണ്ടാകാം, അതിനകത്ത് പണമുള്ള കുട്ടികളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവിക പ്ലാനാണോ എന്നൊന്നും ചോദിക്കത്തില്ല. അവസാനം ജീവിതത്തിൽ ശുശ്രൂഷയെ മുഴുവൻ കെട്ടാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന ഒരു പിശാചിൻ്റെ പദ്ധതിയായിട്ടത് മാറും. അങ്ങനെ ഒരു കാരണവശാലും അബദ്ധം പറ്റരുത്. ഉറപ്പിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ കേവലം ആശയോട് അല്ല പറയുന്നത് കേട്ടോ, ഞാൻ പ്രേക്ഷകരോട് മുഴുവൻ പറയാം. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇതൊക്കെ. ദൈവം സഹായിക്കട്ടെ. പുതിയ തലമുറയെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശയ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ പറയാൻ ദൈവം ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ദൈവം ശക്തമായിട്ട് പറഞ്ഞ ഒരു വചനം ഇതായിരുന്നു: കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. അതായത് കർത്താവിൻ്റെ വയലിൽ എത്തപ്പെട്ട് നിൽക്കുന്നത് ബോവസ് എന്ന വീണ്ടെടുപ്പുകാരൻ്റെ കർത്താവിൻ്റെ വയലിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് വേറൊരു വയലിലേക്കോ വേറൊരു ചിന്തയിലേക്കോ പോകാതെ കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് ദൈവരാജ്യത്തിനെ മുൻനിർത്തി ജീവിക്കുകയാണെങ്കിൽ സമയമാകുമ്പോൾ കർത്താവ് പുറത്തെടുക്കും. കൈവിടപ്പെട്ടു പോകത്തില്ല ദൈവസന്നിധിയിൽ. അത്രയും മാത്രം. ദൈവം സഹായിക്കട്ടെ. ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കാരുണ്യവാനും സ്വർഗ്ഗസ്ഥനുമായ നല്ല ദൈവമേ, നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നൽകി തന്ന വലിയ അവസരത്തിനായിട്ട് സ്തുതിക്കുന്ന കർത്താവേ, പ്രേക്ഷകരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തിയാൽ അവരെ നിറച്ചാട്ട കർത്താവേ. ദൈവഹിതത്തിലേക്ക് സകല യൗവനക്കാരും സകല വ്യക്തികളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ചുവടുവെച്ച് കയറട്ടെ കർത്താവേ. ഇങ്ങനെ ഒരു വലിയൊരു അവസരം അടിയൻ ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനായി ദൈവദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇനിയും അനേകരെ നേടിയെടുക്കുവാനുള്ള കൃപ കൊടുത്താട്ടെ. മറഞ്ഞു കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ടെ കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം മാത്രം ഞങ്ങളിൽ നിറവേറട്ടെ. പ്രാർത്ഥന കേൾക്കണം യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അമേൻ, അമേൻ, അമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ആശയുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കുണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ. താങ്ക് യു മോളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യപരം. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ യൂത്തായിട്ടുള്ളവർക്ക് തീർച്ചയായും വളരെ അനുഗ്രഹമായിരിക്കും പ്രിയ മോളുടെ സാക്ഷ്യം. ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും കർത്താവ് ശക്തമായിട്ട് ദൈവരാജനെ ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.